നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സമയമായെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതെ, ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സമയമായിട്ടുണ്ടോ? ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നിക്കുന്നത് സത്യമാണോ? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി മാലാഖമാരുടെ അരുളപ്പാടിലാണ് നിൽക്കുന്നത്. മാലാഖമാർ പല വിധത്തിലും ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള മാറ്റത്തിനു വേണ്ടിയും ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ വിട്ടുപിരിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ എല്ലാം എന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി പല ചട്ടക്കൂടുകളും പൊളിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും യാതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു യഥാർത്ഥ കാര്യമുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ള ആത്മാർത്ഥ പ്രണയം തന്നെയാണ്. നിങ്ങളിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുവോ അതെല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരണമെന്ന് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താനോ നിങ്ങളെ വേണ്ടെന്ന് വെക്കാനോ സാധിക്കുകയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തി എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപിരിയാനുള്ള താല്പര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങളെ വേണ്ടാന്ന് വെക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളോടൊപ്പം നിൽക്കുവാനും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാതെ നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ നിൽക്കാനും തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാലാഖമാർ എല്ലാവരും തന്നെ ഈ വ്യക്തിയുടെ പിന്നാലെയുണ്ട്. മാലാഖമാർ എല്ലാവരും പല വിധത്തിലും പല രീതിയിലും ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാധാന്യം മാത്രമാണ്. നിങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും പല വിധത്തിലും പല അനുഭവങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല തിരിച്ചടികളിലൂടെയും തിരിച്ചറിവുകളിലൂടെയും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പലതരത്തിലുള്ള വിജയത്തിന് വേണ്ടിയിട്ടും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ വിജയമുണ്ടായാലും അതെല്ലാം നിങ്ങളുമായി ഒരുമിച്ച് കൊണ്ട് തന്നെ പങ്കിടണമെന്നും ആഘോഷിക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയുവാനുള്ളൂ, എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നുള്ളത് മാത്രം. പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥതപ്പെടാനോ മുഷിയാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ വ്യക്തി വിധേയമാകുവാൻ തയ്യാറാണ്. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വ്യക്തി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം മാത്രമാണ്. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് പകരം വെക്കാൻ മറ്റാരെ കൊണ്ടും സാധിക്കുകയില്ല. ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഈ വ്യക്തി
കൂടുതൽ പ്രാധാന്യം നൽകാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യമായിരിക്കാം. പരസ്പരം മിണ്ടാതെയും ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെയും മനസ്സ് തുറക്കാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളുമായി യാതൊരു തരത്തിലും അകന്നു കഴിയുവാൻ താല്പര്യമില്ല. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാനും ഇഷ്ടമില്ല. കാരണം നിങ്ങളുമായി ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ശത്രുക്കളെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശത്രുക്കൾ പറയത്തക്ക രീതിയിൽ നിങ്ങൾക്കിടയിൽ വരാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചേർത്ത് നിർത്തുന്നതിലൂടെ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതം ജീവിച്ച് കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് പ്രാവർത്തികമാക്കി എടുക്കണം എന്നുള്ളൊരു ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഇറങ്ങി ഓടുവാനോ ഓടി ഒളിക്കുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അതിനെ മറികടക്കുവാനും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ പല പ്രാവശ്യവും ഈ വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി താല്പര്യമില്ലാത്ത രീതിയിൽ മാറി നിന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ പ്രാധാന്യം നൽകുന്നു. നിങ്ങളുടെ ശബ്ദത്തിനും സ്നേഹത്തിനും നിങ്ങളുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിയുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട് ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളൊരു കാര്യത്തിലാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മനോഹാരിതയും നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സമയമായി എന്നുള്ളൊരു തോന്നലാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തോന്നലിലൂടെ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ മാറ്റങ്ങൾ തന്നെയാണ്. ആ പുതിയ മാറ്റങ്ങളിലൂടെ ഒരുപാട് സന്തോഷങ്ങളും സന്തോഷകരമായ ജീവിതവും ഉയർച്ചകളും കൊണ്ടുവരാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. നിങ്ങളോട് ആണെങ്കിലും പല തീരുമാനങ്ങൾ പറയുവാനും പല അഭിപ്രായങ്ങൾ പറയുവാനും ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുമായി തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും മാനിഫെസ്റ്റേഷനിലൂടെയും തന്നെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ കുളിർമയേകുന്ന 1000 അല്ലെങ്കിൽ ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളാണ് ഈ വ്യക്തി മനസ്സിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. അത് എങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കി എടുക്കണമെന്നും കഴിഞ്ഞുപോയ മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയേണ്ടതില്ല എന്നുമുള്ള ചിന്താഗതിയിലൂടെയും കൂടിയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഭൂമിയോളം ക്ഷമിക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങളെ സ്വന്തമാക്കുവാനും നിങ്ങളെ കൂടെ നിർത്തുവാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.